നമ്മൾ 100 ദിവസം കൊണ്ട് 100 പാഠങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ, ദുശീലങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമ്മൾ മലയാളത്തിൽ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ അത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാനാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എളുപ്പമായിരിക്കും. നിങ്ങൾ ഉപയോഗിച്ച് മാത്രം പഠിക്കുക. പിന്നെ നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇത് പഠിച്ചാൽ മാത്രം മതി. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാ ദിവസവും എന്നുള്ളതിന് എവ്രി ഡേ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എന്നുള്ളത് എവ്രി മോർണിംഗ് അല്ലേ, എല്ലാ മണിക്കൂറും എവ്രി അവർ, ഇതൊക്കെ നമുക്കറിയാം. എല്ലാ വർഷവും എന്നുള്ളത് എവ്രി ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ മണിക്കൂറും എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ക്രിസ്മസിനും ഇതൊക്കെ എന്താണ്? നമ്മൾ കൃത്യമായിട്ട് ഇടപെടലുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ പറയാം? അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലമുണ്ട്, അതൊരു ദുശീലം അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശീലമുണ്ട്, എനിക്ക് സൈക്കിൾ ചവിട്ടുന്ന ശീലമുണ്ട്, രാവിലെ നടക്കുന്ന ശീലമുണ്ട്. ഇതൊക്കെ പല പല ശീലങ്ങളാണല്ലോ അല്ലേ. ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ കുറച്ച് ഒരു ഗ്രാമർ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ബാലരമയ്ക്കകത്ത് നമ്മൾ കാണുന്ന മായാവിയും കുട്ടൂസനും ഡാഗനിയും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉട്ടാപ്യം വരുന്നുണ്ടോ, പേടിക്കണ്ട. അപ്പോൾ എങ്ങനെയാണ് പറയുന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമ്മളൊരു വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശീലങ്ങളും ദുശീലങ്ങളും അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇതാണ്ട് വീണ്ടും ഗ്രാമർ വന്നല്ലോ എന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്ത് പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റിപ്പോ അല്ലേ. അല്ലെങ്കിൽ ഞാൻ വളരെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ വരും. ഓക്കെ, ഞാൻ ഇന്നലെ വരും എന്നുള്ളത് അങ്ങനല്ലോ പറയേണ്ടത്, ഞാൻ ഇന്നലെ വന്നായിരുന്നു എന്നാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ചില ഗ്രാമറുണ്ടല്ലോ, അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ വെർബ് എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ഗ്രാമർ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവുക, എന്നിട്ട് ബാക്കി ഇത് കണ്ടുവച്ചാൽ മതി. അപ്പോൾ പ്രവർത്തിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? വെർബ്. നമ്മളതിനെ V1 എന്ന് വിളിക്കുക അല്ലേ. ഇപ്പോൾ പ്രവൃത്തി, എന്ത് പ്രവൃത്തി? ഇപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ, അതിൻ്റെ പ്രവൃത്തിയാണല്ലോ. കഴിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്, ചാടുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്, നീന്തുക എന്നുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ V1 എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റയാളെ ഉള്ളെന്നുണ്ടെങ്കിൽ അതെന്താണ്? സിംഗുലറാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ മായാവി എന്നുള്ള ഒരാളെ പറ്റി മാത്രമാണ്. അപ്പോൾ മായാവി ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയണേ കുട്ടൂസനും ഡാഗനിയ മൂമ്മൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 പേരായല്ലേ. അപ്പോൾ അമ്മൂമ്മയെന്നില്ലല്ലോ, അമ്മൂമ്മയെന്നങ്ങ് ചേർത്താം. അപ്പോൾ ഇത് 2 പേരോട് ഒന്നാണ് എന്തായി? അത് പ്ലൂറലായി അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ എന്തുണ്ടെങ്കിലും അതെന്താണ്? അത് പ്ലൂറലാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഒരു പൂച്ച, ഒരെണ്ണം അല്ലേ, സിംഗിളറാണ്. 1.5 പൂച്ച, ഒന്നിൽ കൂടുതലുണ്ടല്ലോ, അത് പ്ലൂറലാണ്. അപ്പോൾ 1.5 പറ്റത്തില്ലല്ലോ, 1.5 പറ്റി ചിലപ്പോൾ 2 പൂച്ച ഇരുന്നോട്ടെ. അപ്പോഴെന്താണ്? അത് പ്ലൂറലാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പശു സിംഗുലർ, 1,00,000 പശു പ്ലൂറൽ, 1 ഉറുമ്പ് സിംഗുലർ, 2.5 ഉറുമ്പ് പ്ലൂറൽ. സിമ്പിൾ അല്ലേ, നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദേ, അവരെന്ന് പറയുമ്പോൾ ഒന്നിക്കുള്ളുണ്ടല്ലോ, അതെന്താണ്? അത് പ്ലൂറൽ. വി, നമ്മൾ അല്ലേ, നമ്മളെന്താണ്? നമ്മളെന്ന് പറയുമ്പോൾ ഒന്നിക്കുള്ളൂ, അത് പ്ലൂറൽ. 10 പൂച്ച പ്ലൂറൽ. രാജുവും രാധയും അല്ലേ, 2 പേരുണ്ട്, പ്ലൂറൽ. ഇനി ചിന്തിക്കുക, സിംഗിൾ എന്ന് പറയുമ്പോൾ രാജു ഒറ്റയ്ക്കാണെങ്കിൽ സിംഗിളറാണ് അല്ലേ, കുട്ടൂസൻ ഒറ്റയ്ക്കാണെങ്കിൽ സിംഗിളറാണ്, വിക്രമൻ ഒറ്റയ്ക്കാണെങ്കിൽ സിംഗിളറാണ്. അപ്പോൾ വിക്രമനും മുത്തും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണല്ലോ, അത് പ്ലൂറലായി അല്ലേ. ഒരു പൂച്ച എന്താണ്? സിംഗിളറാണ്. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ട് വേറൊരു കൺസെപ്റ്റ് പഠിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അതിനെ ഒരു പ്ലൂറലായിട്ട് പരിഗണിക്കുക, എങ്കിൽ നമുക്ക് വളരെ എളുപ്പമായി. നമ്മൾ ഈ കൺസെപ്റ്റൊക്കെ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്, എങ്കിലും ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇത്ര മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഗ്രാമർ, അത്രേ ഉള്ളൂ. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു, ഒന്നിൽ കൂടുതലുള്ള എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കുട്ടൂസനും ഡാഗനിയ മൂമ്മയും 2 പേരായി, അതെന്താണ്? പ്ലൂറലാണ്. പ്ലൂറൽ എവിടെ വന്നാലും അവിടെ വെർബ്, അതല്ലെങ്കിൽ പ്രവൃത്തി, നമ്മൾ V1 ആണ് ഉപയോഗിക്കുന്നത്. പ്ലേ കളിക്കുക, വാക്ക് നടക്കുക, ഗോ പോവുക, ഗെറ്റപ്പ് എഴുന്നേൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക അല്ലേ. ഇനി ഇത് തന്നെ ഒരാളാണ് ചെയ്യുന്നത്, ഒറ്റയാളാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മായാവി മാത്രമേ ഉള്ളൂ അല്ലേ. മായാവി മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ
പ്ലേസ് വരും അല്ലേ, പ്ലേസ്. അവിടെ നടക്കുക, മായാവി മാത്രമാണ് നടക്കുന്നതെങ്കിൽ വാക്സ് വരും. എസ് ചേർക്കണം, അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. V1 എപ്പോഴും നമ്മൾ പ്ലൂറൽ വരുമ്പോൾ ഉപയോഗിക്കുക, V1 S സിംഗിൾ വരുമ്പോൾ ഉപയോഗിക്കുക. അപ്പോഴിവിടുത്തെ ചോദ്യം ഐ വന്നാൽ എന്ത് ചെയ്യണം? ഐ ഞാൻ പറഞ്ഞത് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ പ്ലൂറലായിട്ട് പഠിക്കണം. അപ്പോഴെന്താണ് V1 ആയിരിക്കും എപ്പോഴും ഉപയോഗിക്കുന്നത്. ഐ പ്ലേ, ഐ വാക്ക് അല്ലേ, ഐ ഗോ, ഐ ഗെറ്റ് അപ്പ്, ഐ സ്ലീപ്പ് എന്നാണ് പറഞ്ഞത്. ഹി, അവൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ആളല്ലേ ഉള്ളൂ. ഹി വരുവാണെങ്കിൽ എന്താണ്? ഹി പ്ലേസ്, ഹി വാക്സ്, ഹി ഗോസ്, ഹി ഗെറ്റ്സ് അപ്പ്, ഹി സ്ലീപ്സ്. അപ്പോൾ നിങ്ങളുടെ സംശയം, ഈ ഗോ വന്നിട്ട് ഇവിടെ ഗോസ് എന്നാണല്ലോ പറഞ്ഞത്, പറയുമ്പോഴെന്താണ് എസ് ചേർത്താണ് അല്ലേ, പക്ഷെ എഴുതുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലയിടത്ത് മാത്രം ES വരും എസ്സിന് പകരം, പക്ഷെ പറയുമ്പോൾ എസ് മാത്രമായല്ലേ, ഗോസ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം, കുട്ടൂസൻ ആൻഡ് ഡാഗിനി രണ്ടുപേരാണ് അല്ലേ. കുട്ടൂസൻ ആൻഡ് ഡാഗിനി ഈറ്റാണോ ഈറ്റ്സ് ആണോ? പൊറോട്ട എവറി ഡേ, രണ്ടുപേരും എല്ലാ ദിവസവും പൊറോട്ട കഴിക്കും. ഇപ്പോൾ രണ്ടുപേരുണ്ടല്ലേ, അപ്പോഴെന്താണ് ഈറ്റാണ് വരുന്നത് അല്ലേ. കുട്ടൂസൻ ആൻഡ് ഡാഗിനി ഈറ്റ് പൊറോട്ട എവറി ഡേ. ഇപ്പോൾ മായാവി വരുന്നെങ്കിലോ, മായാവി പൊറോട്ട കഴിക്കും, പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കുന്നതെന്ന് പറയാൻ പറ്റും. മായാവി ഈറ്റ്സ് അല്ലേ, മായാവി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, മായാവി ഈറ്റ്സ് പൊറോട്ട ആൻഡ് ബീഫ് ഫ്രൈ അല്ലേ, വളരെ സിമ്പിൾ. ഇനി മായാവി എല്ലാവരും സഹായിക്കും, മായാവി ഹെൽപ്പ് അല്ല വരുന്നത്, ഹെൽപ്സ് എവ്രി വൺ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഗ്രാമർ. ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ശീലങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ദുശീലങ്ങൾ പറയുമ്പോൾ, എന്നും ചെയ്യുന്ന പ്രവർത്തികൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പഠിച്ചതായിരിക്കും, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പിന്നെ ഗ്രാമറിൻ്റെ പുറകെ നിൽക്കേണ്ട, പക്ഷേ നിങ്ങൾ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഐ ഗെറ്റ് അപ്പ് അറ്റ് 6, ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കും. അല്ലെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾ ചോദിക്കും അല്ലേ. ശീലങ്ങൾ പറയുമ്പോൾ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, അങ്ങനെ നമ്മൾ പറയാമല്ലോ. എല്ലാ ദിവസമാണ് ഉദ്ദേശിച്ചല്ലേ, പക്ഷെ പറയുന്നില്ലല്ലോ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6. എന്തുകൊണ്ടാണ് നമ്മളെന്താണ് ഐയെ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഐ എന്ന് വന്നാൽ അതിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6. അവൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 6 അല്ലേ. ആ പൂച്ച 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ദാറ്റ് കാറ്റ് ഗെറ്റ്സ് അപ്പ് അറ്റ് 6 അല്ലേ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകും, ഐ ഗോ ടു ഓഫീസ് എവറി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകും, ഹി ഗോസ് ടു ഓഫീസ് എവറി മോർണിംഗ്. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാറുണ്ട്, ഐ ഹാവ്. ഇപ്പോൾ കഴിക്കുക എന്നുള്ളതിന് അപ്പോൾ ഈറ്റ് പറഞ്ഞാൽ പോരെ, പക്ഷേ ഇച്ചിരൂടെ നല്ല ഇംഗ്ലീഷ് എന്താണ്? ഹാവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഈറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ കുടിക്കുക കഴിക്കുക എന്നുള്ളതിന് ഹാവ് പറഞ്ഞങ്ങ് പഠിക്കുക. ഇനി ഐ ഗോ ടു മാർക്കറ്റ് പ്ലേസ് ഡെയിലി എന്നുള്ളത് എല്ലാ ദിവസവും എന്നുള്ളതാണ്. അപ്പോഴേ ഞാൻ എന്നും മാർക്കറ്റിൽ പോകാറുണ്ട്. അല്ലെങ്കിൽ ഐ ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ, മാർക്കറ്റ് പ്ലേസ് വേണ്ടല്ലോ. മാർക്കറ്റ് പ്ലേസ് എന്ന് സാധാരണ പറയാറുണ്ട്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഹി ആണെങ്കിലോ ഹി ഗോസ് ടു ദ മാർക്കറ്റ് പ്ലേസ് എവറി ഡേ അല്ലെങ്കിൽ ഡെയിലി. ഐ ഗോ ടു ക്ലാസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിന് പോകാറുണ്ട്. അപ്പോഴും ഞാൻ എല്ലാ ദിവസവും യൂട്യൂബ് വീഡിയോ കാണാറുണ്ട് എന്ന് പറയാൻ പറ്റും. ഐ വാച്ച് യൂട്യൂബ് വീഡിയോ എവറി ഡേ അല്ലെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞാലും മതി. അവൻ യൂട്യൂബ് വീഡിയോ കാണാറുണ്ട്, ഹി വാച്ചസ് യൂട്യൂബ് വീഡിയോ എവറി ഡേ. എൻ്റെ അച്ഛൻ 6 മണിക്ക് വീട്ടിലെത്തും എന്നും. മൈ ഫാദർ arrives home at 6 ഡെയിലി. ഇനി കിടക്കുക എന്നുള്ളത് നമുക്ക് സ്ലീപ്പ് പറയാം അല്ലെങ്കിൽ ഗോ ടു ബെഡ് എന്ന് പറയാം. ഒന്ന് സ്ലീപ്പ് പറയാം അല്ലെങ്കിൽ ഗോ ടു ബെഡ് അല്ലേ. ടോം ആണെങ്കിലോ ടോം കിടക്കാറുണ്ട് എത്ര മണിക്ക്? 10:30. എല്ലാ രാത്രി എന്ന് പറയണ്ട, പറഞ്ഞില്ലും കുഴപ്പമില്ല, കിടക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ടോം ഗോസ് ടു ബെഡ് അറ്റ് 10:30. ഇവിടെ നമ്മൾ സ്ലീപ്സ് ആണെങ്കിലോ ടോം സ്ലീപ്സ് അറ്റ് 10:30. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ കട്ടിലേക്ക് പോവുക എന്നല്ലേ അർത്ഥം, ഉറങ്ങാന്ന് അർത്ഥമാണോ? സത്യത്തിൽ അതിന് ഉറങ്ങാന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് മലയാളത്തെ അതേപടി നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇഷ്ടമാണ്, അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, അത് മാറാറില്ല. അതുകൊണ്ട് തന്നെ അതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോഴും നമ്മുടെ ആ റൂളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണം. പിന്നെ ശീലങ്ങൾ ദുശീലങ്ങൾ ഒക്കെ നമ്മൾ ഇതിനകത്താണ് ഈ സെയിം രീതിയിലാണ് പറയുന്നത്. ഉദാഹരണം, ഐ ലൈക്ക് പ്ലം കേക്ക്.
എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, സത്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് മാർബിൾ കേക്കാണ് ഇഷ്ടമെന്ന് അങ്ങനെ പറയും. ഹി ലൈക്സ് മാർബിൾ കേക്ക്. അവൻ സിഗരറ്റ് വലിക്കാറുണ്ട്. ഹി സ്മോക്സ് സിഗരറ്റ്. ഹി സ്മോക്സ് സിഗരറ്റ്. അതൊരു ശീലമാണല്ലേ, ശീലം എന്ന് പറയണ്ടല്ലേ, ദുശീലം അല്ലേ. അപ്പോഴതും ഹി സ്മോക്സ് ആണ്, എസ് ചേർക്കണം അല്ലേ. ഐ പ്രസ് ദ സ്നൂസ് ബട്ടൺ ഓൾ ദ ടൈം. ഞാൻ എപ്പോഴും സ്നൂസ്, രാവിലെ അലാറം അടിക്കുമ്പോഴല്ലേ ഇൻ മൈ അലാം ക്ലോക്ക് എന്ന് പറയണോ. നമുക്ക് അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴെന്താണ് ഐ പ്രസ് ദ സ്നൂസ് ബട്ടൺ. ഇനിയിപ്പോൾ ഐ മേക്ക് മൈ ബെഡ് എന്ന് പറഞ്ഞാൽ, മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കിടക്കയൊക്കെ വിരിച്ചിടുക അല്ലെങ്കിൽ എല്ലാം മടക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പറയാണ്ടോ ഞാൻ ബെഡൊക്കെ നന്നായിട്ട് മടക്കി വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് എഴുന്നേക്കുന്നത്. എങ്ങനെ പറയാം, ഐ മേക്ക് മൈ ബെഡ്. ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പം എവറി ഡേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഇനിയിപ്പോഴ ആ പട്ടി എന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ബെഡൊക്കെ മടക്കി വെക്കാമെന്ന് പറയാൻ വേണ്ടി പറ്റും. അവനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ യഥാർത്ഥ പട്ടി തന്നെയാണ് ഉദ്ദേശിച്ചത്. ദാറ്റ് ഡോഗ് മേക്സ് ഹിസ് ബെഡ്. ഓക്കെ, അവിടെ എസ് ആണ് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ബ്രഷ് മൈ ടീത്ത്. ഞാനെന്നും പല്ല് തേക്കാറുണ്ട് അല്ലേ, ഞാൻ പല്ല് തേക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. സത്യമാണ് പറഞ്ഞത്, ഞാൻ പല്ല് തേക്കാറുണ്ട്. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഞാൻ പത്രം വായിക്കാറുണ്ട്. ഐ ഡു ദ ഡിഷസ്. ഓക്കെ, ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നതിനാണ് ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞത്. ഐ ഡു ദ ഡിഷസ്. ഞാൻ പാത്രം കഴുകാറുണ്ട്. ഇപ്പോൾ അവൾ പാത്രം കഴുകി വെക്കാറുണ്ടെന്നുള്ളത് ഷീ ഡസ് ദ ഡിഷസ്. ഇനി ഐ ടേക്ക് എ നാപ്പ് ആഫ്റ്റർ മൈ ലഞ്ച്. ഞാൻ പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങുന്നത് എന്താണ് പറയുന്നത്, നാപ്പ് എന്നാണ് പറയുന്നത്. ഐ ടേക്ക് എ നാപ്പ് ആഫ്റ്റർ മൈ ലഞ്ച്. ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതൊരു വാട്ടർ ദ പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. ഐ വാട്ടർ മൈ പ്ലാന്റ്സ്. ഐ ഫീഡ് മൈ ഡോഗ്. അപ്പോൾ പട്ടിക്ക് തീറ്റ കൊടുക്കുന്നതിനാണ് ഫീഡ് ദ ഡോഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഫീഡ് എന്നുള്ളത് സാധാരണ നമ്മൾ എടുത്ത് കഴിക്കാൻ വയ്യാത്തതിന് കൊടുക്കുന്ന, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് ഫീഡ് എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, അതാണ് ഒരു എളുപ്പവഴി ഓർത്തിരിക്കാൻ. അപ്പോഴേ കുഞ്ഞുങ്ങൾ തന്നെ പോയി എടുത്ത് കഴിക്കും, ഇല്ല. അപ്പോഴെന്താണ് ഐ ഫീഡ് മൈ കിഡ് അല്ലേ. ഐ വാച്ച് യൂട്യൂബ്. ഞാൻ യൂട്യൂബ് കാണാറുണ്ട്. ഐ ചാർജ് മൈ ഫോൺ. ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഫ്രം എന്നുള്ളത് മുതൽ എന്നും അൺടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണ നമ്മൾ സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കുക, ഉദാഹരണം ഐ വാച്ച് ടി വി ഫ്രം 7 until 10:30. 7 മുതൽ 10:30 വരെ ഞാൻ ടി വി കാണാറുണ്ട്. ഐ സ്ലീപ് ഫ്രം 11 until 5:45. ഞാൻ 11 മണി തൊട്ട് 5:45 വരെ ഉറങ്ങാറുണ്ട്. ഇനിയിപ്പോഴേ അൺടിൽ വരെ നമുക്ക് തീർച്ചയായിട്ടും ടിൽ എന്ന് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ടു എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഫ്രം ടു അല്ലേ. ടു സാധാരണ സ്ഥലങ്ങൾ പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സമയം പറയുമ്പോൾ ഉപയോഗിച്ചാൽ നമ്മൾ ആരും തല്ലാനൊന്നും വരത്തില്ല, പക്ഷേ കൂടുതൽ നല്ലതാണ് ടിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഹി കംസ് ഫ്രം ജപ്പാൻ ആൻഡ് ഗോസ് ടു ശ്രീലങ്ക എവറി ഇയർ. അവൻ എല്ലാ വർഷവും ജപ്പാനിൽ നിന്ന് വന്ന് ശ്രീലങ്കയ്ക്ക് പോകാറുണ്ട്. അതാണ് ഹി കംസ് ഫ്രം ജപ്പാൻ ആൻഡ് ഗോസ് ടു ശ്രീലങ്ക എവറി ഇയർ. ഇനിയിപ്പോഴേ ഇവിടെ നമുക്ക് ഒരു സാധ്യത, ഇത്ര ശതമാനം സാധ്യതയുണ്ട് അവൻ വരാൻ, ഇത്ര ശതമാനം സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പറയാറില്ലേ. അപ്പോഴേ പലപ്പോഴും, എപ്പോഴും, സാധാരണയായി, ചിലപ്പോഴും, വല്ലപ്പോഴും എന്നൊക്കെ ഉള്ളതില്ലേ, അതിൻ്റെ ഇംഗ്ലീഷാണിത്. 100% സാധ്യത ഓൾവേസ് എന്നാണ് പറയുന്നത് അല്ലേ, എപ്പോഴും. ഇനിയിപ്പോഴേ ഒരു 90% സാധ്യതയുള്ളൂ, സാധാരണയായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിന് യൂഷ്വലി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി സാധാരണഗതിയിൽ അതൊരു 80% സാധ്യതയാണ്. അപ്പോൾ ഈ യൂഷ്വലി, സാധാരണഗതിയിൽ, സാധാരണയായി എന്നൊക്കെ മാറ്റി ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ 90%, 80% സാധ്യത തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഡിബേറ്റാണ്. അപ്പോൾ നമുക്കിതൊക്കെ മാറി മാറി ഉപയോഗിക്കാം, പക്ഷേ ഓൾവേസ് ഉപയോഗിക്കരുത്. അപ്പോഴതിന് നമുക്കൊരു 80% സാധ്യത ഉണ്ടെങ്കിൽ നോർമലി അല്ലെങ്കിൽ ജനറലി എന്നൊക്കെ പറയാം. പലപ്പോഴും എന്നുള്ളതിന് ഓഫൺ, ഇനി ഓഫ്റ്റൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓഫൺ. സംടൈംസ് ചിലപ്പോൾ, ഒക്കേഷണലി വല്ലപ്പോഴും ഒരു 30% സാധ്യതയാണ്. ഹാർഡ്ലി എവർ എന്ന് പറഞ്ഞാൽ ഒരു 5% സാധ്യത. ഹാർഡ്ലി എവർ അപൂർവമായി, എപ്പോഴല്ല അപൂർവമായി, അതാണ് ഹാർഡ്ലി എവർ, അല്ലെങ്കിൽ റെയർലി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഒരിക്കലും ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും, നെവർ. ഇപ്പോൾ എപ്പോഴും ഉണ്ടെന്നുള്ള ഓൾവേസ്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ്, ഈ മലയാളത്തിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ്. ഒരു സാധ്യതയാണ്, ഒരു ചുമ്മാ ഒരു എന്താണ്, ഒരു ഇൻഡിക്കേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഹൗ ഓഫൺ ഡു യു ഹാവ്.
ഹൗ നീ എപ്പോഴൊക്കെ, അതാണല്ലോ നമ്മൾ അതിൻ്റെ ഉത്തരമാണല്ലോ ഞാൻ ചിലപ്പോഴൊക്കെ എന്നൊക്കെ പറയാറല്ലേ. അപ്പോൾ അതെങ്ങനെ ചോദ്യം ചോദിക്കാം, ഹൗ ഓഫൺ ഡു യു ഹാവ് പൊറോട്ട, നീ എപ്പോഴൊക്കെ പൊറോട്ട കഴിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എപ്പോഴും കഴിക്കാറുണ്ട്, ഐ ഓൾവേസ് ഹാവ് പൊറോട്ട അല്ലേ, എനിക്ക് എപ്പോഴും കഴിക്കാറുണ്ട് എന്ന് നമുക്ക് പറയാം. ഹൗ ഓഫൺ ഡു യു ഹാവ് ലഞ്ച് അറ്റ് ഹോം, നീ എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, ഐ ഓൾവേസ് ഹാവ് ലഞ്ച് അറ്റ് ഹോം, ഞാൻ എപ്പോഴും വീട്ടിൽ നിന്നും ആണ് ഊണ് കഴിക്കുന്നത്. ഹൗ ഓഫൺ ഡു യു ഗോ ടു ജിം, ഐ യൂഷ്വലി ഗോ ടു ജിം ഓൺ മൺഡേസ്, അതാണ് സാധാരണ അല്ലേ, പക്ഷേ പൂർണ്ണമായിട്ട് പോകാറില്ലേ, സാധാരണ ഞാൻ അപ്പോഴാണ് പോകുന്നത്. ഐ നോർമലി ഡു മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ, ഞാൻ സാധാരണ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഞാൻ ഹോംവർക്ക് എന്താണ് അത്താഴത്തിന് മുമ്പാണ് ചെയ്യുന്നത് അല്ലേ. ഐ ഓഫൺ ലേറ്റ് ടു വർക്ക്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ എഴുതുക. നമ്മൾ അതിൻ്റെ ഓഫണിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലേ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എഴുതുക. സം ടൈംസ് ഹി വാക്സ് ദ ഡോഗ്, അപ്പോൾ ചിലപ്പോഴൊക്കെ എന്താണ് ഹി വാക്സ് ദ ഡോഗ്, വാക്സ് ദ ഡോഗ് എന്ന് പറഞ്ഞാൽ പട്ടിയൊക്കെ നടക്കാൻ കൊണ്ടുപോകുന്നതാണ് വാക്സ് ദ ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹി വന്നുകൊണ്ടാണ് വാക്ക് വന്നത്, അല്ല വാക്സ് വന്നത്, ഐ ആണെങ്കിലും വാക്ക് വന്നതിന്. ഒക്കേഷണലി ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് മാ, വല്ലപ്പോഴും അവർ അവരുടെ വലിയമ്മയെ വിസിറ്റ് ചെയ്യാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് മാ ഒക്കേഷണലി, അങ്ങനെ വേണം പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം പറയാം, ദേ ഒക്കേഷണലി വിസിറ്റ് ദെയർ ഗ്രാൻഡ് മാ. ഇപ്പം നമുക്ക് 3 രീതിയിൽ പറയാം അല്ലേ. ഒക്കേഷണലി ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് മാ, അവിടെ ദേയ്ക്ക് വരും ഐ ഉപയോഗിച്ചാലും സെയിം തന്നെയാണ്, വിസിറ്റ് ആണല്ലേ വരുന്നത്. ഹി ആണെന്നുണ്ടെങ്കിൽ വിസിറ്റ്സ് വന്നേനെ. ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് മാ ഒക്കേഷണലി, ദേ ഒക്കേഷണലി വിസിറ്റ് ദെയർ ഗ്രാൻഡ് മാ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരിശീലിക്കുക, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.